എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഇപ്പോൾ പഴയ പോലെ ഒരു സ്നേഹം നമ്മളോട് തിരിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇല്ല, വല്ലാണ്ട് നമ്മളെ അവഗണിക്കുന്നതായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യമാക്കി മാറ്റരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് മുകളിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ഒരിക്കലും പ്രതിഷ്ഠിക്കരുത് എന്നുള്ളതാണ്. നമ്മുടെ സ്നേഹബന്ധങ്ങളൊക്കെ ആ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ നമ്മുടെ 100% ജീവിതവും ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചാവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഉറപ്പായിട്ടും പരാജയപ്പെടും. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം. നമ്മളെ ആകർഷണീയരാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ലക്ഷ്യവും ദൗത്യവും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ദൗത്യത്തിന് മുകളിൽ, നമ്മുടെ ലക്ഷ്യത്തിന് മുകളിൽ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും ദയനീയരായിട്ടുള്ള വ്യക്തികൾ. കാരണം നമ്മൾ ഉറപ്പായിട്ട് ജീവിതത്തിൽ പരാജയപ്പെടും. അപ്പോൾ അങ്ങനെ പരാജയപ്പെടുമ്പോൾ അതിന് ആദ്യം നമ്മളെ വിട്ടിട്ട് പോകുന്നത് ഈ സ്നേഹിക്കുന്ന വ്യക്തി തന്നെയായിരിക്കും. കാരണം ഒരു ലക്ഷ്യമില്ലാത്ത ഒരു വ്യക്തിയെ ആർക്കും ആകർഷണീയരായിട്ട് തോന്നത്തില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം പോലും നമുക്ക് അർത്ഥമില്ലാത്തതായിട്ട് തരും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി, അവൻ ഏത് ജീവിത സാഹചര്യത്തിലോ ഏത് ജോലി ചെയ്യുന്ന ആളോ ആയിരിക്കട്ടെ, സമൂഹത്തിന് അവൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള രീതിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരാണ്. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ലക്ഷ്യങ്ങളൊക്കെ മറന്നുകൊണ്ട് ഈ ഒരു സ്നേഹബന്ധത്തിൽ ആ ഒരു വ്യക്തിയെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് അവരെ നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റി, അല്ലെ അവരെ നമ്മുടെ ദൗത്യത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്നാൽ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഇനി അവർ നമ്മളുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ നിൽക്കാതെ നമ്മളെ ഇട്ടിട്ട് പോയാൽ പോലും നമുക്കവിടെ ഒന്നും വിഷമിക്കാനില്ല, അല്ലെങ്കിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല. കാരണം നമ്മൾ ശരിയായ ട്രാക്കിൽ തന്നെയാണ്, നമ്മുടെ ദൗത്യത്തെയാണ് നമ്മൾ പിന്തുടരുന്നത്. ആ കൂട്ടത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹബന്ധവും ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ അതിന് പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പം ലക്ഷ്യം വേണമെന്ന് പറയുന്നുണ്ട്, ഒരിക്കലും നമ്മൾ സ്നേഹം വേണ്ടെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കരുതെന്നോ അല്ല, മറിച്ച് നമ്മുടെ ലക്ഷ്യത്തിന് മുകളിൽ ഒരിക്കലും നമ്മുടെ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടും, അവർക്കും നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ ഇല്ലാതെ ആവുന്നുള്ളതാണ്. ഇനി രണ്ടാമതായിട്ട്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒരിക്കലും ഒരു ദേവതയായിട്ടോ ഒരു ദേവനായിട്ടോ നിങ്ങളുടെ മുകളിൽ പ്രതിഷ്ഠിക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ നിങ്ങളെ കേവലം ഒരു ഭക്തനായിട്ടോ ഭക്തയായിട്ടോ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ സംഭവിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവും നൽകത്തില്ല, മറിച്ച് നിങ്ങളെപ്പോഴും അവരെ പ്രീതിപ്പെടുത്താനായിട്ട് കടപ്പെട്ടവരാകും. അല്ലെങ്കിൽ അവരുടെ ഒരു പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ സ്വയം മറന്ന്, നിങ്ങളുടെ വിലയും നിലയെല്ലാം മറന്ന് അവരുടെ മുമ്പിൽ ബെഗ് ചെയ്ത് നിൽക്കേണ്ടി വരും എല്ലാ കാര്യത്തിനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെക്കഴിഞ്ഞും പ്രാധാന്യം ഒരിക്കലും, നമുക്ക് മുകളിൽ പ്രാധാന്യം ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് കൊടുക്കേണ്ട കാര്യമില്ല, മറിച്ച് നമുക്ക് ഈക്വലായിട്ടുള്ള ഒരു പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. എല്ലായിടത്തും തുല്യതയാണ് വേണ്ടത്. അല്ലാതെ നമ്മളെ കഴിഞ്ഞും ബഹുമാനം അല്ലെങ്കിൽ നമ്മളെ കഴിഞ്ഞും പ്രാധാന്യം മറ്റൊരു വ്യക്തിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തുല്യമായിട്ട് നമ്മളെങ്ങനെയാണോ നമ്മളെ സ്നേഹിക്കുന്നത്, നമ്മളെങ്ങനെയാണോ നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മളെങ്ങനെയാണോ നമ്മളെ ബഹുമാനിക്കുന്നത്, അതേ രീതിയിൽ തുല്യമായിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെയും കാണുക. അപ്പോഴാണ് അവിടെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് അൺഹെൽത്തി റിലേഷൻഷിപ്പായി പോകും. കാരണം നമ്മളെ കഴിഞ്ഞും പ്രാധാന്യം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരെ ആ രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. അധികം വിധേയത്വവും അല്ലെങ്കിൽ അവരെ അങ്ങനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മളുടെ തന്നെ വില ഇല്ലാതെയാക്കി കളയും, അല്ലെങ്കിൽ നമ്മുടെ ഒരു അട്രാക്റ്റീവ്നെസ് അവിടെ ഇല്ലാതെയായി തീരും എന്നുള്ളതാണ്. അപ്പം മറ്റേ വ്യക്തി നമ്മളെ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പോൾ അടുത്ത് അവഗണിക്കാനായിട്ട് തുടങ്ങും. അവർക്ക് തുല്യരായിട്ടുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാൻ തുടങ്ങും. കാരണം അവർ നമ്മളെ വേറെ ഒരു ഭക്തനായിട്ടോ ഭക്തിയായിട്ടോ ആണ് കാണുന്നത്. അപ്പോൾ അവർക്ക് തുല്യരായിട്ടുള്ള മറ്റൊരു ദേവനെ അല്ലെങ്കിൽ മറ്റൊരു ദേവതയെ തേടി അവർ പോകും. ഇനി മൂന്നാമായിട്ട്, അവർ നമ്മളെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവർക്ക് ഇരട്ടി പരിഗണന കൊടുക്കരുത് എന്നുള്ളതാണ് പലരും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അവർക്ക് നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞെന്ന് മനസ്സിലാവുന്നു, അവർ നമുക്ക് ടെസ്റ്റ് വിടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് ഒരു എസ്സേ കണക്കിന് ടെസ്റ്റ് അയക്കാൻ തുടങ്ങും. അപ്പോൾ അവരുടെ ആ ഒരു ടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആയിരക്കണക്കിന് ടെസ്റ്റുകൾ അങ്ങോട്ട് അയക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ അവഗണിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവർക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് അമിത സമയം ചെലവഴിക്കുകയും അല്ലെങ്കിൽ അവരോട് അതിൻ്റെ ഇരട്ടിയായിട്ട് അവരോട് പരിഗണന കാണിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടവും കൂടി പോയി കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് മാക്സിമം നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളോട് ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കാം. പക്ഷേ ഒരിക്കലും നമ്മളിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരെ നമ്മൾ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കരുത്. അവരെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കരുത്. നമ്മളിങ്ങനെ ബെഗ് ചെയ്ത് അവരുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരെ സ്നേഹത്തിന് വേണ്ടി യാചിച്ച് അവരെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ കൂടുതൽ അകറ്റാനായിട്ട് തുടങ്ങും. അങ്ങനെ നമ്മളോട് അവർക്ക് ഒരു വിലയില്ലാതെയായി തീരും. അവർ നമ്മളെ മൊത്തമായിട്ടൊരു പുച്ഛമായിരിക്കും ഉണ്ടാകും. അപ്പോൾ അവർ നമ്മളെ അവഗണിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുക, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അവരെ നേരിട്ട് കണ്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ആ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്താനും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് സമയവും സ്പേസും ഒക്കെ കൊടുക്കുക. അതിപ്പം അവിചാരിതമായിട്ട് വന്നൊരു പ്രശ്നമാണെങ്കിൽ അതങ്ങ് തന്നെ പരിഹരിക്കപ്പെടും. അപ്പോഴത്തേക്ക് അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ നിങ്ങളിവിടെ ടെൻഷൻ അടിച്ച് അത് ശരിയാക്കാനായിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. അതിനുവേണ്ടി കുറച്ച് സമയം അവർക്ക് കൊടുക്കാം. പക്ഷേ എന്നിട്ട് അവർ തിരിച്ച് വരുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മളെ അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ അതിനുള്ള ഒരുപാട് വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് അവർക്ക് നമ്മളോട് ശരിക്കും താല്പര്യമുണ്ടോ എന്ന് അറിയാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മളോട് താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമില്ല പിന്നെ നമ്മൾ ആ ഒരു ബന്ധത്തിൽ തുടരേണ്ട ആവശ്യമില്ല. ഇനി നാലാമായിട്ട്, റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം അബദ്ധമാണെന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ സത്യമാണ്. റിലേഷൻഷിപ്പിൽ ആദ്യമേ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ഒരിടക്കാലം കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഈ ഒരു ഇഷ്ടം നഷ്ടപ്പെടുന്നു. അവർ പിന്നെ ആ സ്നേഹത്തിന് വേണ്ടി ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ സമയം മാറ്റി വെക്കുന്നില്ല, അവർക്ക് എപ്പോഴും ബിസിയാണ്, അല്ലെങ്കിൽ മറ്റേ വ്യക്തി മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല, അവർക്ക് അവൈലബിൾ ആവുന്നില്ല. അപ്പോൾ ഒരു രീതിയിലും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കക്ഷി മാത്രം മൊത്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ സ്നേഹത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അങ്ങോട്ട് ഇരട്ടി മറ്റേ വ്യക്തി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. പക്ഷേ ഒരിക്കലും ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. അങ്ങോട്ട് ഇഷ്ടം പോലെ മെസ്സേജ് വിടുന്നു, ഒന്നും ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നില്ല. എപ്പോഴും അവരെ വിളിക്കാൻ ശ്രമിക്കുന്നു, അവർ കോൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ മെസ്സേജുകൾക്കൊന്നും മറുപടി നൽകുന്നില്ല. അവരെ കാണാനായിട്ട് പല സ്ഥലത്തും ചെന്ന് നിൽക്കുന്നു, പക്ഷേ ഒരിക്കലും അവർ കാണാനായിട്ട് സമ്മതിക്കുന്നില്ല, അവർ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. അങ്ങനെ ഒരിക്കലും മീറ്റ് ചെയ്യാൻ പോലും അവർ തയ്യാറാവുന്നില്ല. അപ്പം അങ്ങനെ മറ്റേ വ്യക്തി ഒരു രീതിയിലും അടുക്കാൻ സമ്മതിക്കുന്നില്ല, ഒരു രീതിയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു വ്യക്തി ഈ പറഞ്ഞ പോലെ ഫുൾ ടൈം ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് വെറും വേസ്റ്റാണ്, വിഡ്ഢിത്തമാണ്. അപ്പോൾ നിങ്ങളോട് മറ്റേ വ്യക്തിക്ക് റിയൽ സ്നേഹമില്ല എന്ന് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ സ്നേഹം യാചിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ വേണ്ടാത്തടുത്ത് നമ്മൾ വെറുതെ നിന്ന് വിഡ്ഢികളാകരുത്. നമ്മുടെ ടൈമും എനർജിയും ക്യാഷും ഒന്നും അതിനുവേണ്ടി പിന്നെ വേസ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു റിലേഷൻഷിപ്പിൽ മറ്റേ ഒരു വ്യക്തിയുടെ താല്പര്യം പോയി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഉറപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ആ ബന്ധം അവിടെ വെച്ച് നിർത്താനും നമ്മൾ മൂവ് ഓൺ ചെയ്യാനും പഠിക്കുക, അഭ്യസിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മളോട് താല്പര്യമില്ലാത്ത ഒരാളെ നമ്മൾ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ തുല്യമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മളെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് മാത്രമേ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുള്ളൂ. അല്ലാത്ത റിലേഷൻഷിപ്പ് തുടരുന്നത് വെറും അടിമത്തമാണ്. അല്ലെ അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വെറും വൺ സൈഡഡ് ലവ് ആണ്. അതൊരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല, നിരാശയായിരിക്കും ഫലം എന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട്, റിലേഷൻഷിപ്പിലെ അൺഹെൽത്തി ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ശക്തമായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണം തീർച്ചയായിട്ടും. എന്നാൽ അത് അമിതമായി പോവരുത്. കാരണം നമുക്കറിയാം അമിതമായാൽ അമൃതം വിഷം. എന്തെങ്കിലും കാര്യം ഒരു ഇച്ചിരി ഓവറായി കഴിഞ്ഞാൽ അതൊരു കല്ലുകിടിയായി മാറും, അല്ലെങ്കിൽ അത് മറ്റേ ആൾക്ക് എന്ത് പറഞ്ഞാലും അതൊരു അസഹനീയമായി തീരുന്നതാണ്. അത് വല്ലാതെ അവർ മടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവർ ആ രീതിയിൽ നമ്മളെ വെറുക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരാൾക്ക് എപ്പോഴും മറ്റേ വ്യക്തിയെ വിളിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിപ്പം ഒരുപാട് മറ്റേ വ്യക്തിക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മുടെ വില അവിടെ സ്വാഭാവികമായിട്ട് ഇല്ലാതെയാവും. തന്നെയല്ല നമ്മൾ എപ്പോഴും അവൈലബിൾ ആകുമ്പോൾ അവർക്ക് നമ്മളൊരു ശല്യമായിട്ട് തീരുകയും ചെയ്യും. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ വാദവരാതെ സംസാരിച്ചുകൊണ്ടിരുന്നാലും അത് അവർക്ക് ബോറടിക്കും. അപ്പോൾ നമ്മളെന്താണ്, എല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യണം. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പരിധി വേണം. അപ്പോൾ അതുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജോലിയും ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് എല്ലാം അങ്ങ് മാറ്റി വെക്കും. അപ്പോൾ അവർ ചിലപ്പം അവരുടെ ഒരു ജോലി നമുക്ക് വേണ്ടിയിട്ട് നിസ്സാര കാര്യങ്ങൾ പോലും അവർ മാറ്റി വെക്കത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും അവരൊന്ന് ഫോൺ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മൾ മാറ്റി വെക്കും. നമ്മളെ തന്നെ നമ്മൾ മറക്കും, നമ്മുടെ ജോലികളെല്ലാം നമ്മൾ മറക്കും. അങ്ങനെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ തന്നെ പരാജയപ്പെടും. കാരണം കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ മടുക്കാനായിട്ട് തുടങ്ങും. കാരണം നമ്മളിങ്ങനെ അവർക്ക് വേണ്ടി എല്ലാം മാറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് മോഹിച്ച് എപ്പോഴും അവരുടെ പുറകെ ചേസ് ചെയ്ത് നടക്കുന്നവരായി മാറും എന്നുള്ളതാണ്. അവരുടെ ആ ഒരു സാന്നിധ്യം കിട്ടാൻ അത് അവർക്ക് വല്ലാത്ത ഒരു ക്ലിങ്ങി ആയിട്ടുള്ള വല്ലാത്തൊരു നീഡി ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിട്ട് നമ്മുടെ പാർട്ടിൽ നിന്നും അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അവർ നമ്മളെ ബോറടിക്കുകയും ഒഴിവാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാനായിട്ട് ഒരുപാട് സമയം വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസും ടൈമും ഒക്കെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഈ ഒരു കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ലിമിറ്റ് ചെയ്യണം. എങ്കിലേ നമ്മുടെ കാര്യം ചെയ്യാനും നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സ്നേഹിക്കുന്ന വ്യക്തി മാത്രമാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞ് നമ്മൾ ആ ലോകത്തെ ചുരുക്കിക്കളയും. അപ്പോൾ നമ്മൾ പരാജയപ്പെടാനും തുടങ്ങും. തന്നെയല്ല നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴും നമുക്ക് പറയാനുള്ളതൊക്കെ തീർന്നു, ഇനിയും തുടർന്നാൽ അതൊരു ബോറടി ആവുമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അത് സ്റ്റോപ്പ് ചെയ്യണം. മെസ്സേജ് ആണെങ്കിലും വെറുതെ രാത്രി മുഴുവൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കരുത്, കോൾ വിളിച്ചുകൊണ്ടിരിക്കരുത്. അത് നമ്മളൊരു അല്പസമയം അങ്ങനെ ചെയ്തിട്ട് അത് നിർത്തുക. എങ്കിലേ അത് വീണ്ടും ആവർത്തിക്കാനായിട്ട് മറ്റേ വ്യക്തിക്കും അതിനോടൊരു ഇഷ്ടം ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ചാറ്റ് ചെയ്യാനാണെങ്കിലും കോൾ ചെയ്യാനാണെങ്കിലും അതൊരു ഹെൽത്തി ആയിട്ടുള്ള രീതി വെച്ച് നിർത്തുമ്പോഴാണ് അവർക്കത് തുടരാനും വീണ്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അല്ലാതെ അവരെ വെറുതെ വെറുപ്പിച്ച് കളയരുത്, ഫുൾ ടൈം ഇങ്ങനെ ചാറ്റ് ചെയ്ത് ഫുൾ ടൈം കോൾ ചെയ്ത്. അപ്പോൾ അത് അവർക്കും ഒരു അരോചകമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ബോറടിക്കും. പക്ഷേ ഇതൊക്കെ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും
ആ ഒരു കാര്യം തുടരാനായിട്ട് നമുക്ക് കൊതി ഉണ്ടാവും എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളൊരു ഭക്ഷണ സാധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ സാധനം നമ്മളതൊരു മീഡിയം അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അതിൻ്റെ കൊതി മനസ്സിൽ നിൽക്കും, വീണ്ടും ആ ഭക്ഷണം കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. എന്നാൽ അത് മൂക്കുമുട്ട തിന്ന് ഓക്കാനം വരുന്നവരെ തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണം കാണുമ്പോഴേ നമുക്ക് ഓക്കാനം വരും. അത് തന്നെയാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ അത് ഒന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ആക്കി മാറ്റുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നമുക്ക് ഒരുപാട് സൗന്ദര്യവർദ്ധക ഗുണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾ അവൈലബിൾ ആണ്. അപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ആ ഒരു കസ്തൂരി മഞ്ഞൾ വാങ്ങി സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കുക. പിന്നെ സ്വന്തം സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനും പുഷ്ടിപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഭാര്യമാരും സ്ത്രീകളും ഒക്കെയും ഈ പറഞ്ഞ കസ്തൂരി മഞ്ഞൾ വാങ്ങിക്കുക. അപ്പോൾ അതിപ്പോൾ അവൈലബിൾ ആണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേണ്ടവരോടൊപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യുക.